പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഒരിക്കൽ കൂടെ ബി എ ഗുഡ് പാരന്റ് എന്ന വിഷയവുമായി ദൈവവചന ധ്യാനത്തിന് മുമ്പിൽ കടന്നു വരികയാണ്. ടാമി പ്രൈസ് സെന്റർ നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. സദൃശ്യവാക്യം 22:6 ബാലനെ നടത്തേണ്ടുന്ന വഴിയിൽ അവനെ നടത്തുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നടത്തേണ്ടുന്ന വഴിയിൽ അവനെ നടത്തുക. ഒരു തലമുറയെ ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് എന്ന് നാം ആത്മാർത്ഥമായിട്ട് അവിടുന്ന് മനസ്സിലാക്കി. നടത്തേണ്ടുന്ന വഴിയിൽ നടത്തുവാൻ മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം നാം മറന്നു പോകരുത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന 4 പ്രധാനപ്പെട്ട ശൈലികളെ കുറിച്ച് നമ്മൾ അവിടുന്ന് ചിന്തിച്ചു. എന്നാൽ ഇപ്പോൾ നാം സംസാരിക്കുന്ന വിഷയം ഒരു തലമുറയെ നടത്തേണ്ടുന്ന വഴി. ഞാൻ സംസാരിക്കുന്നത് ആത്മീയമായ അനുഭവത്തിൻ്റെ അകത്താണ്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ അനുഭവത്തിൽ തലമുറയെ അഭ്യസിപ്പിക്കുക എന്നത് നമ്മുടെ ഒരു ആത്മീയ ഉത്തരവാദിത്വമാണ്. സഭയെക്കുറിച്ച്, സഭാരാധനയെക്കുറിച്ച്, സുവിശേഷ ദർശനത്തെക്കുറിച്ച് നമ്മുടെ തലമുറയെ നാം പഠിപ്പിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം എല്ലാ മാതാപിതാക്കളുടെയും അകത്തുണ്ട് എന്നത് നാം മറന്നു പോകരുത്. പലപ്പോഴും നാം ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, ഒരു കൊച്ചു കുഞ്ഞ് വളർന്നു വരുമ്പോൾ, അത് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ കള്ളം പറയാൻ എവിടെ നിന്ന് പഠിക്കുന്നു എന്നുള്ളത്. എന്നാൽ ആത്മീയമായ അനുഭവത്തിൽ എൻ്റെയും നിങ്ങളുടെയും അകത്തുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു കാരണവശാലും തലമുറകളെ കള്ളം പറയാൻ പഠിപ്പിക്കരുത്, കള്ളം പറയാൻ പ്രോത്സാഹിപ്പിക്കരുത്. കള്ളം പറയുന്നതിനെ നാം മനഃപൂർവമായി വിലക്കുന്നവരായി മാറും. ചില കുടുംബങ്ങളിൽ മാതാവ് പിതാവിനെ കുറിച്ചുള്ള കള്ളങ്ങൾ തലമുറകളോട് പറഞ്ഞു തുടങ്ങും. അല്ലെങ്കിൽ മാതാവ് സംസാരിക്കുന്നത് തലമുറകൾ കേട്ടു തുടങ്ങും. അല്ലെങ്കിൽ പിതാവ് മാതാവിനെ കുറിച്ച് പറയുന്നത് അവർ കണ്ടു തുടങ്ങും, അവർ കേട്ടു തുടങ്ങും. ഇത് അവരുടെ ലൈഫിൽ അവർക്കൊരു അവസരമായി കാണുകയാണ്. എൻ്റെ മമ്മി പറഞ്ഞില്ലേ, എൻ്റെ അമ്മ പറഞ്ഞില്ലേ, എൻ്റെ അപ്പ പറഞ്ഞില്ലേ, എൻ്റെ ഡാഡി പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്കും അത് പറഞ്ഞ് കുഴപ്പമില്ല എന്നത്. ഇന്ന് ചെറിയൊരു കള്ളമായിരിക്കും അവർ പറയുന്നത്, പക്ഷേ പിന്നത്തേതിൽ അത് അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വലിയ പരാജയമായി അത് മാറും. അതുകൊണ്ട് മാതാപിതാക്കളെ, നമ്മളുടെ ചെറിയ ഏതെങ്കിലുമൊക്കെ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഉള്ള ആവശ്യങ്ങൾക്കോ സുഖങ്ങൾക്കോ വേണ്ടി കള്ളം പറഞ്ഞ് തലമുറകൾ കേട്ട് അവർക്കതൊരു പ്രോത്സാഹനമായി കാണാൻ ഒരു കാരണവശാലും നാം അവിടുന്ന്